ഇന്ത്യൻ വാഹന വിപണി 6 സീറ്ററുകളെ കൊണ്ടും 7 സീറ്ററുകളെ കൊണ്ടും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു ട്രെൻഡ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റല്ല എന്ന് പറയാവുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഹ്യുണ്ടായിയുടെ ഏറ്റവും പുതിയ അൽക്കസാർ വന്നു, അതിനു മുമ്പ് സഫാരി വന്നു ടാറ്റയുടെ, അതിനു തൊട്ട് മുമ്പ് ഹെക്ടർ പ്ലസ് വന്നു എം ജിയുടെ ഭാഗത്തു നിന്ന്, ഇനി മഹീന്ദ്രയുടെ ഭാഗത്തു നിന്ന് XUV 700 വരാനിരിക്കുന്നു. അങ്ങനെ ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് ഫാമിലിയെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള അടിപൊളി വാഹനങ്ങൾ ഫീച്ചർ റിച്ചായി വാഹന വിപണിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചില വീഡിയോകളിലായിട്ട് കണ്ടു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും അവസാനമായി വന്ന ടാറ്റയുടെ സഫാരിയും അതുപോലെ തന്നെ ഹ്യുണ്ടായിയുടെ അൽക്കസാറും തമ്മിലുള്ള ചെറിയ താരതമ്യപ്പെടുത്തലുകളാണ്, അല്ലെങ്കിൽ ഒരു അവലോകനമാണ്. രണ്ടും തമ്മിലൊരു കമ്പാരിസൺ എന്നൊന്നും ഈ ഒരു വീഡിയോയെക്കുറിച്ച് പറയാൻ പറ്റില്ല. രണ്ടിൻ്റെയും പ്രോസും കോൺസും, അതായത് രണ്ടിൻ്റെയും ഗുണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയും ഒന്ന് ചർച്ച ചെയ്യുന്നു എന്ന് മാത്രം. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു വാഹനത്തെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം അതിൻ്റെ ലുക്കിൽ നിന്ന് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. അതായത് അതിൻ്റെ ഡയമെൻഷനെ കുറിച്ച് പറയുന്ന സമയത്ത് സഫാരി 4661 മില്ലിമീറ്റർ ലെങ്ത്തും 1894 മില്ലിമീറ്റർ വിഡ്ത്തും 1786 മില്ലിമീറ്റർ ഹൈറ്റുമാണ് വരുന്നത്. അത് അൽക്കസാറിലേക്ക് വരുന്ന സമയത്ത് 4500 മില്ലിമീറ്റർ ലെങ്ത്തും 1790 മില്ലിമീറ്റർ വിഡ്ത്തും 1675 മില്ലിമീറ്റർ ഹൈറ്റുമാണുള്ളത്. വീൽ ബേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ടാറ്റ സഫാരിക്ക് 2741 മില്ലിമീറ്ററും അൽക്കസാറിന് 2760 മില്ലിമീറ്ററുമാണ് വീൽ ബേസ് വരുന്നത്. ഈ ഒരു ഡയമെൻഷൻ പരിഗണിക്കുന്ന സമയത്ത് നീളത്തിൻ്റെയും വീതിയുടെയും ഹൈറ്റിൻ്റെയും കാര്യത്തിൽ മുൻപിൽ നിൽക്കുന്നത്, അതായത് കാണാൻ കുറച്ചുകൂടി വലിയ വാഹനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ സഫാരി എന്ന് പറയുന്ന മോഡലാണ്. പക്ഷേ അൽക്കസാറിനാണ് കുറച്ചുകൂടി ലോങ് വീൽ ബേസ് ഉള്ളത് എന്ന് പറയാം. അതിനൊരു ഗുണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് റോയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ലുക്ക് വൈസ് കുറച്ചുകൂടി വലിയ ഒരു വാഹനമായിട്ട് നമ്മുടെ മുന്നിലുള്ളത് ടാറ്റയുടെ സഫാരിയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ എൻജിനെ കുറിച്ചാണ്. എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് ടാറ്റ സഫാരിയുടെ അകത്ത് നമുക്ക് പെട്രോളിൻ്റെ അകത്ത് ഒരു എൻജിൻ ഇല്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകത. നമുക്ക് ഡീസലിൻ്റെ അകത്തും മാത്രമാണുള്ളത്. പക്ഷേ അൽക്കസാറിനെ പരിഗണിക്കുന്ന സമയത്ത് നമുക്ക് പെട്രോളിൻ്റെ അകത്തും അതുപോലെ തന്നെ ഡീസലിൻ്റെ അകത്തും ഈ വാഹനം അവൈലബിൾ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ അപ്പം പെട്രോൾ വൈസ് ഒരു കമ്പാരിസൺ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇനി ഡീസൽ വൈസുള്ള ഒരു കമ്പാരിസനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ സഫാരിയുടെ അകത്ത് വരുന്നത് ഒരു 2 ലിറ്റർ എഞ്ചിനാണ്. 168 ഹോഴ്സ് പവറും അതുപോലെ തന്നെ 350 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ് ടാറ്റ സഫാരിക്ക് അകത്തേക്ക് വരുന്നത്. അത് അൽക്കസാറിലേക്ക് വരുന്ന സമയത്ത് 113 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്ന 250 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിൻ്റെ കേസ് പറയുകയാണെങ്കിൽ 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. അത് 157 ഹോഴ്സ് പവറും അതുപോലെ തന്നെ 191 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. അത് കമ്പയർ ചെയ്യാൻ കഴിയില്ല. ഡീസൽ വൈസ് നോക്കുന്ന സമയത്ത് മോർ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ള എഞ്ചിൻ ടാറ്റ സഫാരിയുടെ അകത്താണ്. അപ്പോൾ എഞ്ചിൻ വൈസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ബെറ്റർ ആയിട്ടുള്ള കമ്പാരിസൺ കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ എഞ്ചിൻ ടാറ്റ സഫാരിക്ക് അകത്തില്ല എന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ പെട്രോൾ എഞ്ചിനെ മാറ്റി നിർത്തിയിട്ട് ഡീസൽ എഞ്ചിനെ മാത്രം കമ്പയർ ചെയ്യുന്ന സമയത്ത് ടാറ്റ സഫാരിയാണ് ഏറ്റവും മികച്ച എഞ്ചിനായിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫീച്ചറുകളാണ്. ഫീച്ചറുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അൽക്കസാറാണ് മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയും. കാരണം അത്രയധികം ഫീച്ചറുകൾ അൽക്കസാറിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ടാറ്റ സഫാരിയുടെ ടണൽ നമ്മൾ കാണുന്ന സമയത്ത് ഒരു 4x4 വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു തോട്ട് കൂടി ബാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ഇതിൻ്റെ കൂടെ പറയാനുള്ളതാണ്. ഇനി നമുക്ക് ഫീച്ചറുകളെ കുറിച്ച് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും കൂടുതൽ എക്യുപ്മെൻറ്റ്സുകൾ അല്ലെങ്കിൽ കൂടുതൽ ഫീച്ചറുകൾ വന്നിട്ടുള്ളത് ഹ്യുണ്ടായി അൽക്കസാറിൻ്റെ അകത്താണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റും. ഒന്ന് വളരെ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ എടുത്ത് കാണിച്ചൊരു സാധനം, അതിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു അടിപൊളി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. അതിനകത്തുള്ള ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ടറിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ച് നോക്കുന്ന സമയത്ത് ടാറ്റ സഫാരിക്കകത്ത് പകുതി ഡിജിറ്റലും പകുതി മാനുവലുമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വന്നിട്ടുള്ളത്. അപ്പം അതൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സഫാരിക്കകത്ത് 8.8 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. അൽക്കസാറിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് അൽക്കസാറിൻ്റെ അകത്ത്. ടാറ്റ സഫാരിക്കകത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സ് മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ എയർ പ്യൂരിഫയർ അൽക്കസാറിൻ്റെ അകത്ത് അടിപൊളിയാണ്. അതുപോലെ തന്നെ ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം ടാറ്റ സഫാരിക്കകത്തേക്ക് വരുന്ന സമയത്ത് JBLൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. അത് വെച്ച് നോക്കുന്നത് ശരിക്കും കുറച്ചുകൂടി പ്രീമിയം ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ആ ലിസ്റ്റ് വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നീട്ടാം. 360 ഡിഗ്രി ക്യാമറ, അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ് തുടങ്ങിയിട്ടുള്ള ഓപ്ഷൻസും കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ
പരിഗണിക്കുന്ന സമയത്ത് ഫീച്ചർ വൈസ് കുറച്ചുകൂടി മുൻപന്തിയിൽ നിൽക്കുന്നത് ഹ്യുണ്ടായി എന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ അൽക്കസാർ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് റോയും തേർഡ് റോയും കുറിച്ചാണ്. സെക്കൻഡ് റോയെ കുറിച്ച് പറയുന്ന സമയത്ത് അൽക്കസാറിന് കുറച്ചുകൂടി വലിയ ലോങ് വീൽ ബേസ് ആണ്. അങ്ങനെ വലിയ വീൽ ബേസ് വരുന്ന സമയത്തുള്ള ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിനകത്തേക്ക് കയറാനും, അതായത് സെക്കൻഡ് റോയിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ വളരെ പെട്ടെന്ന് കഴിയും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അൽക്കസാറിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് ചാർജിങ് പോർട്ടൊക്കെ കൊടുത്തത് കുറച്ചുകൂടി എന്താ പറയുക, യൂസർ ഫ്രണ്ട്ലി ആണ് എന്ന് പറയേണ്ടി വരും. അപ്പം അത് ഒരു നല്ല കാര്യം. രണ്ടിൻ്റെയും സീറ്റ് കുറച്ചുകൂടി അടിപൊളിയാണ്. പക്ഷേ ടാറ്റ സഫാരിയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു തിയേറ്റർ എഫക്റ്റ് നല്ല അടിപൊളി ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലിരിക്കുന്ന സെക്കൻഡ് റോയിലിരിക്കുന്ന സമയത്ത് ഫ്രണ്ടിലത്തെ ഒന്നും തന്നെ തടസ്സമില്ലാതെ മുന്നിലേക്ക് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സജ്ജീകരണം, അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ സഫാരിയിലുള്ള ഒരു പ്രത്യേകതയാണ് ബോസ് സിസ്റ്റം. അതായത് നമ്മുടെ ഫ്രണ്ടിലത്തെ സീറ്റിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, അത് മാനുവലി ആണെങ്കിലും കൊള്ളാം. നമ്മൾ ചില പ്രീമിയം വാഹനങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു സംഭവം കൂടി നല്ലതാണ് എന്നുള്ളത് സെക്കൻഡ് റോയിലിരിക്കുന്ന സമയത്ത് പറയേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ലോങ്ങർ വീൽ ബേസ് ആയതുകൊണ്ട് തന്നെ അൽക്കസാറിൻ്റെ അകത്ത് കുറച്ചുകൂടി സ്ഥല സൗകര്യമുണ്ട് എന്ന് നമുക്ക് പറയാം. കമ്പാരിസൺ എന്നുള്ള രൂപത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സഫാരിയുടെ സീറ്റ് ദീർഘദൂര യാത്രകൾക്ക് നല്ല അടിപൊളി സീറ്റാണ് എന്ന് പറയാം. അതുപോലെ അൽക്കസാറിൻ്റെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡേ ബൈ ഡേ ലൈഫിലേക്ക് സൂപ്പർ ഫിറ്റ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് എന്ന് പറയാം. അപ്പം ഓവറോൾ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതാണ് സെക്കൻഡ് റോയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. തേർഡ് റോയിൽ എൻ്റെ പേഴ്സണൽ, ഈ പറയുന്നതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആട്ടോ. തേർഡ് റോയിലെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കുന്നത് ടാറ്റ സഫാരിക്കാണ്. കാരണം അൽക്കസാറിനേക്കാൾ കുറച്ചുകൂടി നല്ല സീറ്റിംഗ് പൊസിഷനായിട്ട് എനിക്ക് ടാറ്റ സഫാരിയുടെ തേർഡ് റോ സീറ്റിനെ തോന്നി. മാത്രമല്ല ആ ഒരു തിയേറ്റർ എഫക്റ്റും നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഡ്രൈവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അൽക്കസാറിന് ഡ്രൈവ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ടാറ്റ സഫാരിയെ ഡ്രൈവ് ചെയ്ത സമയത്തും എനിക്ക് തോന്നിയ കാര്യങ്ങൾ, ടാറ്റ സഫാരി കുറച്ചുകൂടി ദീർഘദൂര യാത്രകൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വാഹനമാണ്. ഹൈവേയിൽ സൂപ്പറാണ്. അൽക്കസാറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഹൈവേയിൽ സൂപ്പറാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എനിക്ക് പറയാൻ തോന്നുന്നത് നല്ല സിറ്റി ഡ്രൈവിന് പറ്റിയ ഒരു വാഹനമാണ് എന്നുള്ളതാണ്. അപ്പം ടാറ്റ സഫാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ദീർഘദൂര യാത്രയ്ക്ക് പറ്റിയ ഒരു വാഹനവും അൽക്കസാർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡേ ബൈ ഡേ ലൈഫിൽ സിറ്റിയിലൂടെയൊക്കെ ഓടിക്കുന്ന അങ്ങനെയുള്ള ഒരു ഡ്രൈവിംഗ് കൾച്ചറിന് പറ്റിയ ഒരു വാഹനമാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ടാറ്റ സഫാരിയെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബോഡി റോളും കാര്യങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അൽക്കസാറിൻ്റെ അകത്താണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽക്കസാറിൻ്റെ അകത്തുള്ള സ്പോർട്ട് മോഡ് ടാറ്റ സഫാരിയുടെ അത്ര പഞ്ചിയല്ല എന്നുള്ളതാണ്. അതായത് ഡ്രൈവ് മോഡ് നമ്മൾ സ്പോർട്ട് മോഡിലേക്ക് ഇടുന്ന സമയത്ത് ആ ഒരു റവ് സൗണ്ടും കാര്യങ്ങളും ഒക്കെ അത്രയും നമ്മളൊരു അഡ്രിനാലിൻ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡ്രൈവിലേക്ക് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ടാറ്റ സഫാരി തന്നെയാണ്. അൽക്കസാർ അത്ര ആ ഒരു പഞ്ചിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി പറയാം. അതായത് സഫാരി ഹൈവേകളിൽ പെർഫെക്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ബാഡ് റോഡിലും ഗുഡാണ്, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. നേരെ മറിച്ച് അൽക്കസാർ കുറച്ചും കൂടി എഫേർട്ട്ലെസ് ഡ്രൈവാണ്. അതുകൊണ്ട് സിറ്റിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. സ്റ്റിയറിങ്ങും നല്ല അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് സിറ്റി ഡ്രൈവ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് അൽക്കസാറിനകത്ത് നമുക്ക് കിട്ടും എന്നുള്ള കാര്യം. പിന്നെ ഇത് രണ്ടും SUV-കളാണ്. SUV-കളെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി കൂടുതലൊരു SUV എന്നുള്ളൊരു ഫീൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു SUV ആണ് എന്നുള്ള ഒരു പൊസിഷനും ആ ഒരു തരത്തിലുള്ള ഫീലും നമുക്ക് തരുന്നത് ശരിക്കും ടാറ്റ സഫാരിയാണ്. അൽക്കസാറിൻ്റെ അകത്ത് ഇല്ല എന്നല്ല, അൽക്കസാറിനെ അപേക്ഷിച്ച് ടാറ്റ സഫാരിക്കകത്ത് അത് കൂടുതൽ നമുക്ക് ഫീൽ കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇത്രയാണ് നമുക്ക് അൽക്കസാറിനെയും ടാറ്റ സഫാരിയെയും കുറിച്ച് വളരെ പെട്ടെന്ന് പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയ ചില വ്യത്യാസങ്ങളും ചില സാമ്യതകളും ചില കാര്യങ്ങളും. രണ്ടും രണ്ട് തരത്തിലുള്ള വാഹനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞത്, കമ്പാരിസൺ എന്നുള്ള രൂപത്തിലല്ല പറയുന്നത്. രണ്ടും ശരിക്കും പറഞ്ഞാൽ രണ്ട് പർപ്പസ് തരത്തിലുള്ള വാഹനങ്ങൾ, രണ്ടും ഒന്നിനൊന്ന് മെച്ചമായ വാഹനങ്ങൾ. ഒന്ന് ഭയങ്കര പ്രീമിയമായിട്ട് ഭയങ്കര ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വാഹനം, മറ്റൊന്നുകൂടി എഞ്ചിൻ വൈസ് കുറച്ചുകൂടി നല്ലൊരു SUV ഫീലുള്ള ഒരു വാഹനം. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് രണ്ടിനും രണ്ടിൻ്റേതായ പർപ്പസ് എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ആ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എനിക്ക് അത് ഡ്രൈവ് ചെയ്ത സമയത്ത് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.